വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗസറ്റ് ഡേറ്റ് 31/12/2025. ലാസ്റ്റ് ഡേറ്റ് 4/2/2026. കാറ്റഗറി നമ്പർ 696/2025. ഡിപ്പാർട്ട്മെന്റ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സോയിൽ കൺസർവേഷൻ. സ്കെയിൽ ഓഫ് പേ 55,200 മുതൽ 1,15,300 വരെ. നമ്പർ ഓഫ് വേക്കൻസീസ് 1. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. ഏജ് ലിമിറ്റ് 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ 2 January 1989 and 1 January 2005. OBC and SCC candidates. Usual age relaxation. SC OBC കാൻഡിഡേറ്റിന് വയസ്സുള്ളവ് ഉണ്ടാകുന്നു. OBC 3 വർഷം, SC/STക്ക് 5 വർഷം വയസ്സുള്ള ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഓർ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്. അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യത, അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യതയും പറഞ്ഞിരിക്കുന്നു. മോഡ് ഓഫ് സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ. ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയവർ പ്രൊഫൈൽ വഴി യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത ശേഷം നോട്ടിഫിക്കേഷനിൽ നിന്നും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാത്തവർ 6 മാസത്തിനുള്ള ഫോട്ടോ എടുക്കുക. അതിൽ താഴെ പേരും എടുത്ത തീയതിയും എൻ്റർ ചെയ്യുക. അതിനുശേഷം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ച ശേഷം അതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ ഹാർഡ് കോപ്പി പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ആധാർ കാർഡ് ഉള്ള കാൻഡിഡേറ്റ് ആധാർ കാർഡ് ID പ്രൂഫായിട്ട് പ്രൊഫൈലിൽ ഉൾപ്പെടുത്തുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് 4/2/2026 വെനസ്ഡേ അപ് ടു 12 midnight. വെബ്സൈറ്റ് അഡ്രസ് kerala.psc.gov.in. കാറ്റഗറി നമ്പർ 696/2025 ആണ്. വകുപ്പ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ആണ്. ഉദ്യോഗപ്പേര് അസിസ്റ്റന്റ് എഞ്ചിനീയർ സോയിൽ കൺസർവേഷൻ. ശമ്പളം 55,200 മുതൽ 1,15,300 വരെ. ഒഴിവുകളുടെ എണ്ണം 1. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗോ സിവിൽ എഞ്ചിനീയറിംഗോ ഉള്ള ബിരുദമാണ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിച്ച് അതിൻ്റെ കോപ്പി എടുത്ത് സൂക്ഷിക്കുക. അതുപോലെ തന്നെ എഴുത്ത് പരീക്ഷ അല്ലെങ്കിൽ OMR ഓൺലൈൻ പരീക്ഷ നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതുമെന്ന് സ്ഥിരീകരണം കൺഫർമേഷൻ അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നൽകേണ്ടതാണ്. പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിക്കുമ്പോൾ കൺഫർമേഷൻ നൽകേണ്ട തീയതി പ്രസിദ്ധീകരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പ്രൊഫൈലിലും മൊബൈൽ നമ്പറിലും മെസ്സേജ് ലഭിക്കുന്നതാണ്.
അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 4/2/2026 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ. അടുത്ത പോസ്റ്റ് കാറ്റഗറി നമ്പർ 706/2025. നെയിം ഓഫ് ഫെയിം കേരള വാട്ടർ അതോറിറ്റി. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ. സ്കെയിൽ ഓഫ് പേ 53,900 മുതൽ 1,18,000 വരെ, 18,100 വരെ. നമ്പർ ഓഫ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. പ്രതീക്ഷിത ഒഴിവുകളിലേക്കുള്ള നിയമനമാണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. SC/ST OBC വയസ്സുള്ള ഉണ്ടായിരിക്കുന്നതാണ്. SC/ST 5 വർഷവും OBC 3 വർഷവും വയസ്സുള്ളവർ ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ BTech ഡിഗ്രി ഇൻ സിവിൽ ഓർ മെക്കാനിക്കൽ ഓർ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർ equivalent from UGC recognized university or national institute established by the central government or institution established by government of Kerala. BTech ഡിഗ്രിയാണ് പറഞ്ഞ യോഗ്യത. സിവില്, മെക്കാനിക്കല്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്. ഈ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പാസ് ഇൻ സെക്ഷൻ A and B of associate membership examination of the institution of engineer India in civil, mechanical, chemical engineering. AMEIE പരീക്ഷ പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. Probation. The probation period is applicable as per the previous of the special rule of the Kerala Water Authority. Method of submitting applications. വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ ഉള്ളവർ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ശേഷം അപേക്ഷ സമർപ്പിക്കുക. ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ വേണം. ഫോട്ടോയുടെ താഴെ പേരും എടുത്ത തീയതിയും രേഖപ്പെടുത്തിയിരിക്കണം. ആധാർ കാർഡ് ഉള്ള കാൻഡിഡേറ്റ്സ് ആധാർ കാർഡ് പ്രൊഫൈൽ ID പ്രൂഫായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഈ പരീക്ഷ എഴുതുന്നതിലൊക്കെയായിട്ട് റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ OMR ഓൺലൈൻ ടെസ്റ്റ് ഇവയേതെങ്കിലും ഒരെണ്ണം നടത്തുന്നതാണ്. അത് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ആകൂ. ലാസ്റ്റ് ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ 4/2/2026 വെനസ്ഡേ അപ് ടു 12 midnight. വെബ്സൈറ്റ് അഡ്രസ് www.keralapc.gov.in. നോട്ടിഫിക്കേഷൻ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ പേര് ജലകൾട്ടി, ഉദ്യോഗ പേര് അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ്. ശമ്പളം 53,900 മുതൽ 1,18,100 വരെ. പ്രതീക്ഷിത ഒഴിവുകളാണ്. നിയമന രീതി നേരിട്ടുള്ള നിയമനം. വയസ്സ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. യോഗ്യതകൾ സിവിൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് BTech ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. അല്ലെങ്കിൽ ഇത് സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ ഇതിലുള്ള AMI കോഴ്സ് പാസ്സായാൽ മതി. അപേക്ഷ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിച്ച ശേഷം അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട്, ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഒരു ആധാർ കാർഡ് ഉള്ളവർ പ്രൊഫൈലിൽ ആധാർ കാർഡ് ID പ്രൂഫായിട്ട് ഉൾപ്പെടുത്തണം. പരീക്ഷ എഴുതുന്നതിന് വേണ്ടി കൺഫർമേഷൻ കൊടുക്കണം. കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റൊക്കെ എക്സാം കലണ്ടർ വരുമ്പോൾ അതിലറിയിക്കുന്നതാണ്. മൊബൈലിലേക്ക് മെസ്സേജ് വരും, പ്രൊഫൈലിലും മെസ്സേജ് വരുന്നതാണ്.
അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 4/2/2026 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ. വെബ്സൈറ്റ് വിലാസം www.keralapc.gov.in. അടുത്ത എസ് കാറ്റഗറി നമ്പർ 724/2025. ഡിപ്പാർട്ട്മെന്റ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. നെയിം ഓഫ് പോസ്റ്റ് ഡ്രാഫ്റ്റ് 1 ഗ്രേഡ് 1 ഓസിയർ ഗ്രേഡ് 1 സിവിൽ. സ്കെയിൽ ഓഫ് 37,400 മുതൽ 79,000 വരെ. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. SEC OBC കാൻഡിഡേറ്റിന് വയസ്സുള്ള ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 3 years കോഴ്സ് റെക്കഗ്നൈസ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് കേരള ഓർ എനി ക്വാളിഫിക്കേഷൻ ഈക്വൽ ടു thereto. ഹയർ ക്വാളിഫിക്കേഷന്റെ ലിങ്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻസ്. ഹയർ ക്വാളിഫിക്കേഷൻ ഈക്വലന്റ് പോളിടെക്നിക്കൽ ഡിപ്ലോമയ്ക്ക് ഹയർ ക്വാളിഫിക്കേഷനായിട്ട് പരിഗണിക്കുന്ന ക്വാളിഫിക്കേഷൻ മുൻപ് പരിഗണിച്ച ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, BE ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ്. ഈ 2 കോഴ്സ് പാസ്സായവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വൺ ഡേ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴിയാണ് തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത്. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തവർ പ്രൊഫൈൽ വഴി യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത ശേഷം നോട്ടിഫിക്കേഷൻ നിന്ന് അപ്ലൈ നൗ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തവർ 6 മാസം എടുത്ത ഫോട്ടോ ഉപയോഗിച്ച് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ OMR പരീക്ഷ നടത്തുന്നതിനേക്കാട്ട് കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് പരീക്ഷാ കലണ്ടർ വരുമ്പോഴത്തേക്ക് അറിയിക്കുന്നതാണ്. പ്രൊഫൈലിൽ കൊടുത്ത ഫോൺ നമ്പറിലേക്കും പ്രൊഫൈലിൽ മെസ്സേജ് വരുന്നതാണ്. ആധാർ കാർഡ് ഉള്ള കാൻഡിഡേറ്റ് ആധാർ കാർഡ് പ്രൊഫൈലിൽ ID പ്രൂഫായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 4/2/2026 വെനസ്ഡേ അർദ്ധരാത്രി 12 മണി വരെയാണ് സമയം. അതിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കുക. കാറ്റഗറി നമ്പർ 725/2025. നെയിം ഓഫ് ഫെയിം ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്. നെയിം ഓഫ് പോസ്റ്റ് ഡ്രാഫ്റ്റ് 1 സിവിൽ. സ്കെയിൽ ഓഫ് 35,600 മുതൽ 75,400 വരെ. നമ്പർ ഓഫ് വേക്കൻസീസ് 1. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. OBCക്കും SC/STക്കും വയസ്സുള്ളതുകൊണ്ട്. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. 2 3 years എക്സ്പീരിയൻസ് ഇൻ ദി line from a statutory body from central or state government service or in public sector undertaking or registered private sector undertaking. തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ എക്സ്പീരിയൻസ് ആവശ്യമാണ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റൊക്കെ കൊടുത്തിട്ടുണ്ടോ നോക്കുക. വൺ ഡേ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴിയാണ് ഈ തസ്തികയിലേക്കും അപേക്ഷിക്കേണ്ടത്. അങ്ങനെ ചെയ്യുക. അപേക്ഷിച്ച ശേഷം അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ലാസ്റ്റ് ഡേറ്റ് 4/2/2026 വെനസ്ഡേ അപ് ടു 12 midnight. വെബ്സൈറ്റ് അഡ്രസ് www.keralapc.gov.in.
കാറ്റഗറി നമ്പർ 724/2025. വകുപ്പ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ്. ഉദ്യോഗപ്പേര് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 സിവിൽ. ശമ്പളം 37,400 മുതൽ 79,000 വരെ. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ്. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. നിയമന രീതി നേരിട്ടുള്ള നിയമന യോഗ്യത കേരള ഗവൺമെന്റ് അംഗീകരിച്ച സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ 3 വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത. ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ അറിയുന്നതിന് വേണ്ടിയുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അറിയാൻ പറ്റുന്നതാണ്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BE സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴിയായിട്ട് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സമർപ്പിച്ച ശേഷം അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്ത് പരീക്ഷ അല്ലെങ്കിൽ OMR അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷ നടത്തുന്നതിനേക്കാട്ട് കൺഫർമേഷൻ കൊടുക്കണം. കൺഫർമേഷൻ കൊടുത്തവർക്ക് മാത്രമേ ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ. ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ ID പ്രൂഫായിട്ട് ആധാർ കാർഡ് പ്രൊഫൈലിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 4/2/2026 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.keralapc.gov.in. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. എഡീന അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ചാനൽ വീഡിയോസ് എല്ലാം തന്നെ ലൈക്ക് ചെയ്യുക, അപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. Thank you for watching my videos. Thank you for watching my channel. Thank you.